ദുബൈയിൽ 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് അബ്ര RTA പുറത്തിറക്കി. ഇതിന്റെ ട്രയൽ റൺ ആരംഭിച്ചു. ജലഗതാഗതം മെച്ചപ്പെടുത്തുകയും ദുബൈയിലെ താമസക്കാർക്കും സന്ദർശകർക്കും സുഗമമായ ഗതാഗതം ഒരുക്കുകയുമാണ് RTA. ഇലക്ട്രിക് ബോട്ടിൽ 20 പേർക്ക് യാത്ര ചെയ്യാം. TR6 ലൈനിലെ ഷെയ്ഖ് സയ്യിദ് റോഡ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലാണ് ഇലക്ട്രിക് അബ്രയുടെ ആദ്യ സർവീസ്. UAEയിൽ കുറഞ്ഞ ചിലവിൽ ലൈസൻസും വിസയും എന്ന പേരിൽ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിരവധി തട്ടിപ്പുകൾ നടത്തുന്നതായും ആരും ഇതിൽ കുടുങ്ങരുതെന്നും മൾട്ടി ഹാൻഡ്സ് ഗ്രൂപ്പ് മേധാവികൾ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫ്രീലാൻസ് വിസയെന്നും പാർട്ണർ വിസയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ഈ മേഖലയിൽ വ്യാപകമായി പ്രചാരം നടത്തി ആളുകളെ വഞ്ചിക്കുന്നത്. UAEയിൽ ഇഷ്യൂ ചെയ്യുന്ന ഏത് വിസയുടെ ഫീസ് നിരക്കും സുതാര്യമാണെന്നിരിക്കെ ഇത്തരം ഓഫറുകളിൽ വഞ്ചന ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാർട്ണർ വിസയെടുക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും പാർട്ണർമാരിൽ ആരെങ്കിലും ഒരാൾ ബാധ്യത വരുത്തിയാൽ വിസയിലുള്ള എല്ലാവരും ഉത്തരവാദികളാണെന്ന വസ്തുത മനസ്സിലാക്കണമെന്നും മൾട്ടി ഹാൻഡ്സ് ഗ്രൂപ്പ് MD യാസർ അഹമ്മദ് അലിയും ഡയറക്ടർ KCA ദാവൂദും പറഞ്ഞു. കൂടാതെ ഫ്രീലാൻസ് വിസ എന്ന പേരിൽ UAEയിൽ ഒരു വിസയും ഇഷ്യൂ ചെയ്യുന്നില്ലെന്ന വസ്തുത മനസ്സിലാക്കണമെന്നും അവർ അറിയിച്ചു. ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾക്ക് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഒരുങ്ങി. 2024 വർഷത്തെ അവസാനത്തെ 4 മാസത്തേക്ക് 100-ലധികം ഇവന്റുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ ഇവന്റുകളിലൊന്നായ ജൈടെക് ഒക്ടോബറിൽ നടക്കും. അറബ് ലാൻഡ്, വിടെക്സ്, അറബ് ഹെൽത്ത്, അറബ് ഫുഡ് തുടങ്ങിയ വമ്പൻ മേളകൾ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിലാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുക. UAEയിൽ പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ച് ഹൌസായ മുത്തൂറ്റ് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് റദ്ദാക്കി UAE സെൻട്രൽ ബാങ്ക്. മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ ഭാഗമായാണ് നടപടി. ലൈസൻസ് റദ്ദാക്കിയതിനോടൊപ്പം രജിസ്റ്ററിൽ നിന്ന് പേരൊഴിവാക്കുകയും ചെയ്തു. പരിശോധനയിൽ ചട്ടങ്ങളനുസരിച്ച് പണമടച്ചുള്ള മൂലധനവും ഇക്വിറ്റിയും നിലനിർത്തുന്നതിൽ മുത്തൂറ്റ് എക്സ്ചേഞ്ച് പരാജയപ്പെട്ടുവെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുട്ടികളുടെ ഓട്ടിസം പരിചരണം മെച്ചപ്പെടുത്താൻ ബ്ലൂ കഫേ എന്ന സംരംഭവുമായി ദുബായ് ആരോഗ്യവകുപ്പ്. രക്ഷിതാക്കൾക്കും പരിചരിക്കുന്നവർക്കും പരസ്പരം ബന്ധപ്പെടാനും അനുഭവങ്ങൾ പങ്കിടാനും സഹായിക്കുന്ന ക്ലിനിക്കൽ കൺസൾട്ടേഷൻ പ്രോഗ്രാമാണിത്. പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതും കുടുംബങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനുമുള്ള ഒരു വെർച്വൽ ഇടമായിരിക്കും ഇതെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ റിയാദ് മെട്രോ ഈ വർഷം ആരംഭിക്കുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക് സേവന മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഒരു ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മെട്രോ പദ്ധതിയാണിത്. നിലവിൽ 22 ലോജിസ്റ്റിക് സോണുകളുണ്ട്. 2030ഓടെ ലോജിസ്റ്റിക് സോണുകളുടെ എണ്ണം 59ആയി ഉയർത്തുകയാണ് ലക്ഷ്യം. നിലവിൽ രാജ്യത്തെ തുറമുഖങ്ങളിലെ ലോജിസ്റ്റിക് സോണുകളിൽ 1000 കോടി റിയാലിന്റെ നിക്ഷേപമാണുള്ളത്. കുവൈറ്റിൽ സ്വദേശീവൽക്കരണ നിയമം കൂടുതൽ കർശനമാക്കുന്നു. സർക്കാർ ജോലികൾക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ ജോലികളിൽ കൂടി സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. ന്യായീകരണമില്ലാതെ സ്വദേശി തൊഴിലാളികളുടെ സേവനം അവസാനിപ്പിക്കുന്ന സ്വകാര്യ കമ്പനികൾക്കെതിരെ നടപടികൾ ശക്തമാക്കും. സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരായ പിഴ 100 ദിനാറിൽ നിന്ന് 300 ദിനാറായി ഉയർത്തിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനത്തിൽ സർക്കാർ മേഖലയിലെ ചില ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിച്ച് UAE. നഴ്സറിയിലും കിൻഡർ ഗാർഡനിലും പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് അധ്യയന വർഷത്തിലെ ആദ്യ ആഴ്ച മുതൽ ഈ ഇളവ് പ്രയോജനപ്പെടുത്താം. സ്കൂൾ തുറക്കുന്ന ദിവസം കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനുമാണ് ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി.